നമസ്കാരം. ഇന്ന് എത്രമാത്രം അപകടങ്ങളാണ് റോഡിൽ അശ്രദ്ധ മൂലം സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് ബസ് അപകടങ്ങൾ. നമുക്കറിയാം അവർ എത്ര വേഗത്തിലാണ് ഈ റോഡിൽ ഓടുന്നതെന്ന്. അവർക്ക് അവർക്ക് ജസ്റ്റ് ഇത് അവരുടെ തൽക്കാലത്തേക്കുള്ളൊരു എൻജോയ്മെൻറ്റ് മാത്രമായിരിക്കും. പക്ഷേ നമ്മളൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എത്ര പേരാണ് ജോലിക്ക് പോകുന്നത്, എത്ര പേരാണ് സ്കൂളിൽ പോകുന്നത്, എത്ര പേരാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്, എത്ര പ്രായമുള്ളവരാണ് ഈ ബസ്സിൽ കയറുന്നത്. അങ്ങനെ നൂറോളം ആവശ്യങ്ങൾക്കായി നൂറുകണക്കിന് പേരാണ് നമ്മുടെ ബസ്സിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ഇത് മൊത്തം എത്രത്തോളം കുടുംബങ്ങളെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ യാത്ര ചെയ്യുന്നത്? അതൊരു ചോദ്യം തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് അവർക്ക് ചിലപ്പോൾ അവർ ലേറ്റായി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഓട്ടം കിട്ടാൻ ആവാം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ആൾക്കാരെ കിട്ടാനാവാം. അങ്ങനെ പലതരത്തിലുള്ള ഉത്തരങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാലുള്ള ഇതാലോചിച്ച് നോക്കി, എത്ര കുടുംബങ്ങളാണ് ഓരോരുത്തർക്കും വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അതിൽ മക്കളുണ്ടാവാം, അച്ഛനും അമ്മയും ഉണ്ടാവാം, കുറേ ജോലിക്കാരുണ്ടാവാം. അതുപോലെ തന്നെ എത്ര പേരാണ് ഈ ബസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം അത് വളരെ വലിയൊരു നഷ്ടം തന്നെയല്ലേ, വളരെ വലിയൊരു നഷ്ടം തന്നെയല്ലേ ഉണ്ടാവുക. അപ്പോൾ എല്ലാം നമ്മൾ ചിന്തിച്ച് വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ ഒരു പുതിയ കാര്യം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതായത് സ്പീഡ് ഗവേണൻസ് എന്ന് പറഞ്ഞൊരു സാധനം. അതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക നിയന്ത്രണത്തിലുള്ള സ്പീഡ് മാത്രമേ ബസ്സിന് എടുക്കാൻ സാധിക്കത്തുള്ളൂ ഈ സ്പീഡ് ഗവേണൻസ് എന്ന് പറയുന്ന മെഷീൻ കൊണ്ട്. ഇപ്പോൾ 80 km/h മാത്രമേ, എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ സഞ്ചരിക്കാൻ ബസ്സിന് അങ്ങനെ പറ്റാത്തൊരു രീതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ 80 km ആണ് ഏറ്റവും കൂടിയ വേഗത നമുക്ക് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അത് കടക്കത്തില്ല എന്നുള്ളതാണ് ഈ സ്പീഡ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ എല്ലാ ബസ്സുകളിലും ഇംപ്ലിമെൻറ്റ് ചെയ്തു വരികയാണ്. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് ഈ ബസ്സിൻ്റെ അശ്രദ്ധ മൂലം തന്നെയാണല്ലോ. അപ്പോൾ പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ GPS എന്താണ് നമ്മൾ നോക്കാം. അപ്പോൾ നമുക്കറിയാം GPS എന്നത് വഴികാട്ടി മാത്രമായിട്ടല്ല ഇവിടെ കാണുന്നത്. GPS എന്നത് സ്പീഡ് അളക്കാനും, അതുപോലെ തന്നെ ഇപ്പോൾ പ്രത്യേക വഴി കാണാനും, അതുപോലെ തന്നെ എന്തെങ്കിലും നിയമലംഘനം ഉണ്ടോ എന്ന് നോക്കാനും, പിന്നെ എന്തെങ്കിലും അടിയന്തര അവസ്ഥ വന്നാൽ ബസ്സിൻ്റെ റൂട്ടോ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഒക്കെ GPS ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരുടെയും വിചാരമാണ് GPS എന്നത് വഴികാട്ടി മാത്രമാണെന്നുള്ളത്. പക്ഷേ അത് തികച്ചും തെറ്റായൊരു കാര്യമാണ്. GPS എന്ന് പറയുന്നത് ഒരു വാഹനത്തിൽ വളരെ അത്യാവശ്യമായൊരു കാര്യം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ പോയി, എപ്പോൾ വന്നു, എന്ന് വെച്ചാൽ ഏതൊക്കെ വഴി കൂടെ പോകുന്നു, എങ്ങനെ അപകടം നടന്നു, എത്ര സ്പീഡിൽ പോയി, അതെല്ലാം കാട്ടിത്തരുന്ന ഒരു സാധനമാണ് ഈ GPS എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമുക്ക് MVD കുറിച്ച് നോക്കുകയാണെങ്കിൽ കേരള MVD കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവരെന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ നിയമലംഘനവും അതൊക്കെ നോക്കി നടത്താൻ വേണ്ടിയുള്ളൊരു ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രമല്ലല്ലോ, അത് ചെയ്യാൻ കൂടിയല്ലേ ഈ നിയമം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ, അതായത് ഈ വണ്ടികൾ കറക്റ്റായിട്ട് ഈ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുക തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് അതിനുവേണ്ട പ്രതിവിധിയും അതിനുവേണ്ട ആക്ഷൻസും ഒക്കെ എടുക്കാൻ ഇവർക്ക് അധികാരമുണ്ട്. പിന്നെ ഒരു വണ്ടിക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ, അവയെല്ലാം MVDക്ക് ചെക്ക് ചെയ്യാനും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ MVDക്ക് അവകാശമുണ്ട്. നമുക്കറിയാം ഇന്നത്തെ സാങ്കേതിക വിദ്യയും ഈ റോഡും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്കറിയാം. ഇന്ന് സാങ്കേതിക വിദ്യ വളരെയേറെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോഡ് സുരക്ഷയുടെ കാര്യത്തിനും പ്രത്യേകം ഈ ടെക്നോളജി തന്നെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ GPS ലൊക്കേഷൻ, അതുപയോഗിച്ച് സ്പീഡ് നോക്കാനും വഴി കാണാനും അവയൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ ഈ സ്പീഡ് ഗവേണൻസ് എന്ന് പറയുന്ന സാധനം
അപ്പോൾ അതെന്ന് പറയുമ്പോൾ പ്രത്യേക സ്പീഡ് ലിമിറ്റ് വെച്ച് മാത്രം പോകാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ടെക്നോളജികൾ ഇന്ന് നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുകയാണെങ്കിൽ, സാധാരണക്കാർ എപ്പോഴും ബസ്സിൽ കയറുന്നവരല്ലേ. അപ്പോൾ നമ്മുടെ ഡ്രൈവർ എന്തെങ്കിലും നിയമലംഘനം കാണിക്കുകയോ നിയമവിരുദ്ധമായ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണക്കാർ പേടിച്ച് അതുപോലെ തന്നെ മിണ്ടാതെ ചുമ്മാ ഇരിക്കരുത്. അതിനെതിരെ പ്രതികരിക്കുകയോ തന്നെ ചെയ്യണം. അതായത് അറിയേണ്ടവരെ അറിയിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഡ്രൈവറോട് നേരിട്ട് പോയി സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവനും കൂടി ആപത്താണ്. അതുപോരാതെ കുറേ ജീവനുകൾ വേറെയും ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഒരു യാത്ര നടത്താനും അവയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ. അപ്പോൾ അവസാനമായി ഞാൻ എന്തായാലും പറയുന്നത് വെച്ചാൽ, ഒരു 5 മിനിറ്റ് വൈകി എത്തിയാലും ഒരു ജീവനും നഷ്ടമാവുകയോ ഒരു അപകടം ഉണ്ടാവുകയില്ല. എന്നാൽ ആ 5 മിനിറ്റിന് വേണ്ടി അധികം വേഗതയിലും മറ്റും ഓടുകയാണെങ്കിൽ എത്ര ജീവൻ നഷ്ടമാകാനും ജീവൻ അപകടത്തിലാവാനും വലിയ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ മുൻപോട്ട് പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.